ഏകദേശം 100 വർഷങ്ങൾക്ക് മുന്നേ കളിച്ച അതിഗംഭീരമായ ഒരു ചെസ് ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഒരു വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. 1925 കളിച്ചൊരു ഗെയിമാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയർ ബുക്ക്, ബ്ലാക്ക് കളിക്കുന്ന പ്ലെയർ ഹെയ്ഡൻ ഹോം എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. നമുക്കൊന്ന് കളി കണ്ടു നോക്കിയാലോ. ഇവിടെ ബുക്ക് കളിക്കുന്ന വൈറ്റ് കളിക്കുന്ന പ്ലെയർ കളിക്കുന്നത് പോൺ E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് E5 കളിക്കുന്നു. നൈറ്റ് C3, അപ്പോൾ ഇത് വിയന്ന ഗെയിമാണ്. നൈറ്റ് F6, ബിഷപ്പിനെ C4 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ കളിക്കുകയാണ്. ബ്ലാക്ക് കളിക്കുവാണ്, നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതിന്റെ ഐഡിയ എങ്ങാനും നൈറ്റിനെ വെച്ച് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോൺ D5 ഇമ്മീഡിയറ്റ്ലി പീസ് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് കുറച്ചും കൂടെ നല്ലൊരു പൊസിഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നില്ല. പകരം ഇവിടെ വൈറ്റ് കളിക്കുന്നത് ക്വീനിനെ H5 കളിച്ചിട്ട് നേരിട്ട് ഒരു ചെക്ക് മേറ്റിംഗ് ത്രെട്ടാണ് പോണേ. ബിഷപ്പ് C4 ഇരിക്കുകയും ചെയ്യുന്നു, ക്വീൻ H5 ഇരിക്കുകയും ചെയ്യുന്നു. ഒരു ചെക്ക് മേറ്റിംഗ് ത്രെട്ടാണ് ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്ക് എന്താണ് ചെയ്യുന്നത്? ബ്ലാക്ക് കളിക്കുവാണ്, നൈറ്റ് G5 കളിച്ചിട്ട് F7 അങ്ങ് ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇപ്പൊ ക്വീനും ബിഷപ്പും കൂടെ F7 അറ്റാക്ക് ചെയ്യുമായിരുന്നില്ല, അതുകൊണ്ട് നൈറ്റ് G5 വന്നിട്ട് ആ F7 പോണിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇവിടെ വൈറ്റ് കളിക്കുകയാണ്, പോണിന് D4 സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുക. വെറുതെ സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് മാത്രമല്ല, ഇപ്പൊ ആ ബിഷപ്പും ക്യൂനും കൂടി ആ നൈറ്റിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. നൈറ്റ് E6 പോകുന്നു. അപ്പോൾ ഇപ്പോൾ നേരിട്ട് ചെക്ക്മേറ്റ് ഇല്ല, ആ ബിഷപ്പിന്റെ ഇടയിൽ ആ നൈറ്റ് വന്നിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വേണമെങ്കിൽ ഈ പോൺ വെച്ച് ഈ പോണിനെ വെട്ടാം, അല്ലെങ്കിൽ ക്യൂൻ വെച്ചിട്ട് ആ പോണിനെ വെട്ടാം. പക്ഷേ ഇവിടെ വൈറ്റ് കളിക്കുന്ന ബുക്കത്ത് പ്ലെയർ കളിക്കുകയാണ്. അടിപൊളി കോമ്പിനേഷൻ ആണ്. പോൺ D5 കളിച്ചിട്ട് ആ നൈറ്റിനെ അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഈ നൈറ്റ് ഇപ്പോൾ എവിടെ പോകാൻ പറ്റുക? നിങ്ങളാണെങ്കിൽ എങ്ങോട്ടേക്ക് മാറ്റും? നൈറ്റ് D4 കളിക്കുമോ, അതോ നൈറ്റ് C5 കളിക്കുമോ? എങ്ങനെ കളിക്കും? ഇവിടെ ബ്ലാക്ക് പ്ലെയർ കളിക്കുകയാണ്, പോൺ G6 കളിച്ചിട്ട് ക്വീനിനെ ഓടിച്ചു വിടാൻ നോക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതിഗംഭീരമായ ഒരു ഫോളോ അപ്പാണ് നിങ്ങളിനി കാണാൻ പോണേ. നിങ്ങളാണെങ്കിൽ ക്വീനിനെ എങ്ങോട്ട് എടുത്ത് മാറ്റും? ഒരു പക്ഷേ ക്വീൻ വന്നിട്ട് ആ പോണിനെ വെട്ടിയെടുക്കുമായിരിക്കും അല്ലേ, റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ക്വീനിനെ E2 കൊണ്ടുവരുമായിരിക്കും അല്ലേ. നിങ്ങളാണെങ്കിൽ എന്താ കളിക്കാൻ പോകാൻ? 1925 കളിച്ച ഗെയിമാണെങ്കിലും അതിഗംഭീരമാണ്. വൈറ്റ് കളിക്കുവാണ്, പോൺ ടേക്സ് നൈറ്റ്. ആ ക്വീനിനെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ ഐഡിയ? വെറുതെ ക്വീനിനെ കൊടുക്കണോ? ക്വീനിനെ എടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ വൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഇങ്ങനെ ഒരു ചെക്ക് എനിക്ക് കിട്ടി. ഓക്കെ, കിങ് വെച്ച് പോണിനെ എടുക്കാൻ പറ്റില്ല ബിഷപ്പ് ഉള്ളതുകൊണ്ട്. പക്ഷെ കിങ്ങിന് ജസ്റ്റ് താഴേക്ക് വരാൻ പറ്റില്ല. ഇവിടെ എന്താ പ്രോബ്ലം? പക്ഷേ ഇവിടെ വൈറ്റിന് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഉണ്ട്. ബിഷപ്പ് G5 ചെക്ക്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഈ കിങ് എങ്ങോട്ടേലും മാറിക്കഴിഞ്ഞാൽ ക്വീനിനെ എടുക്കാം അല്ലേ. കിങ് മാറി. ഇനി ഓക്കെ, ഇവിടെ ക്വീനിനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ. ബിഷപ്പ് ടേക്സ് ക്വീൻ കംപ്ലീറ്റ്ലി പ്ലേയബിൾ തന്നെയാണ്. പക്ഷെ വൈറ്റ് കുറച്ചും കൂടെ അടിപൊളിയായിട്ടാണ് ഈ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈറ്റ് കളിക്കുവാണ്, ക്വീൻ സൈഡ് ക്യാസിൽ ചെയ്ത് ആദ്യം ഒരു ചെക്ക് കൊടുക്കണം. ഒരു ധൃതിയില്ല, ക്വീനിനെ എടുക്കാൻ ഒരു ധൃതിയില്ല. ഇവിടെ മെയിൻ രണ്ട് മൂവ്സ് കിങ് C6 അല്ലെങ്കിൽ കിങ് C5 ആണ്. ഇവിടെ കളിയിൽ നടക്കുന്നത് കിങ് C5 ആണ്. ഇവിടെ എങ്ങനെയാണ് കളി മുന്നോട്ട് പോകുന്നത്? ഇവിടെ വേണമെങ്കിൽ ക്യൂവിനെ എടുക്കാം, അങ്ങനെ വേണേൽ കളി മുന്നോട്ട് പോവാം. പക്ഷെ വൈറ്റ് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് കളി മുന്നോട്ട് പോവാണ്. ഓൾറെഡി ഇവിടെ ഇപ്പോൾ ക്വീനിനെ എടുത്തില്ലെങ്കിൽ ബ്ലാക്ക് വന്നിട്ട് ക്വീൻ വെച്ചിട്ട് ബിഷപ്പിനെ എടുത്ത് ചെക്ക് കൊടുക്കും. അപ്പോൾ വൈറ്റിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ വൈറ്റ് ഇത് സ്റ്റണ്ണിങ് മൂവ് കളിക്കുകയാണ്. കണ്ടു നോക്കിയാലോ, റൂക്ക് ടു D5 ചെക്ക്. ഒരു ബിഷപ്പിനെയും കൂടെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുകയാണ്. എന്താണ് ഐഡിയ എന്ന് വ്യക്തമാവുന്നില്ലല്ലോ. കിങ് വെച്ചിട്ട് ബിഷപ്പിനെ അങ്ങ് വെട്ടിയെടുക്കുകയാണ് ഇവിടെ ബ്ലാക്ക്. ഇനിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോളോ അപ്പ്. ആദ്യം പോൺ B3 വെച്ചിട്ടൊരു ചെക്ക്. ദാ നൈറ്റിനെയും കൂടെ ബലി എടുക്കുകയാണ്. പക്ഷേ ഇവിടെ നൈറ്റിനെ എങ്ങാനും ബലി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബിഷപ്പ് ടു D2 ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. അപ്പോൾ B3 ചെക്കിൽ വെറുതെ അങ്ങനെ നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കിങ് B4 പോവാണ്. ഇനിയും ക്വീനിനെ എടുക്കുന്നില്ല. വൈറ്റ് റൂക്ക് B5 ചെക്ക് കൊടുക്കണം. ഒരിക്കൽ കൂടെ നൈറ്റിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ കിങ് വെച്ച് നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇത്തവണ ബിഷപ്പ് D2 ചെക്ക് അല്ല വരുന്നത്, പകരം നൈറ്റിനെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ് ആണ് വരുന്നത്. അടിപൊളി അല്ലേ? അപ്പോൾ റൂക്ക് B5 ചെക്കിന് ശേഷം ഇവിടെ കിങ് A3 പോകുന്നത്. ആ നൈറ്റിനെ അപ്പോഴും എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ബ്ലാക്കിന്. അതുകൊണ്ട് കിങ് A3 പോകുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി അടിപൊളി ഒരു 3 മൂവിലൊരു ചെക്ക് മേറ്റ് ഉണ്ട്. അത് ക്യൂവിനെ എടുത്തിട്ടല്ല, ആദ്യം നൈറ്റ് B1 വന്നൊരു ചെക്ക് കൊടുക്കുകയാണ്.
ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കിങ് വെച്ചാൽ പോണിനെ എടുക്കുക, അത്രയല്ലേ ഉള്ളൂ. കിങ് വെച്ചെടുത്തു. ഇനി റൂക്ക് A5 ചെക്ക്. ഇനി ഈ ചെക്കിനെതിരെ ഡിഫെൻഡ് ചെയ്യാൻ ഒരേ ഒരു നീക്കമേ ഉള്ളൂ. ഏതാണ്? ബിഷപ്പ് A3. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ, ജസ്റ്റ് റൂക്ക് ടേക്സ് A3. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെക്ക് മേറ്റ്. പ്രത്യേകം നോക്കുക, ആ ക്വീനിനെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ പീസുകളും ആക്ടിവേറ്റ് ആയി ഈ ഒരു ബ്ലാക്ക് ഇങ്ങനെ ചെക്ക് മേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.